എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പം ഒന്ന് ബ്രോഡ്വേ വരെ പോയിട്ട് വരാമെന്ന്, കാരണം നാളെ നാട്ടിൽ പോകാൻ അപ്പോൾ കുറച്ച് പേർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് കുറേ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ, വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇറങ്ങിയേട്ടാ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു. ഇപ്പം മഴയൊന്നും ഇല്ല, പക്ഷെ അഥവാ വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സീനാവുമല്ലോ വിചാരിച്ചിട്ട് റെയിൻകോട്ട് വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. നോർമൽ റെയിൻകോട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാകും. ഏട്ടൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ കളറ് മഞ്ഞയാണ്. അപ്പോൾ ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? ഒരുമാതിരി ഇട്ട പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഡ്രസ്സാട്ടോ ഇട്ടത്. അതാകുമ്പോൾ നമുക്ക് ഡ്രസ്സ് നനയുമല്ലോ, ഉള്ളിലേക്ക് പാൻറ്റിൻ്റെ അടിയില്ല. പക്ഷെ എന്നാലും ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നീളമുള്ളൂ എനിക്ക്. ബേസിക്കലി ഞാൻ വെച്ച് കുറച്ചും കൂടെ ഇത്ര നീളം ഉണ്ടാവും എന്ന് വിചാരിച്ച്. നീളം വളരെ കുറവാണ്. ജസ്റ്റ് മഴ പെയ്താൽ നമുക്കൊന്ന് ജസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഹെൽമെറ്റും ഇടുക ഇതിൻ്റെ മുകളിൽ. ഹെൽമെറ്റ് ഇടട്ടെ. ചന്ദ്രനിപ്പോ നാളെ പോലെ ആയിട്ടുണ്ട്. ഹെൽമെറ്റ് ഇട്ടപ്പോ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഈ ലേറ്റ് ആയി ശരിയാവില്ല, സമയം കുറേ ആയി. മഴ പെയ്യാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ എത്തിയിട്ട് ഇരുടായി കേട്ടോ. നല്ല മഴക്കാറുണ്ട് അങ്ങ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് ഉണ്ടോ. നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ചിലപ്പോൾ വരുമായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ റെയിൻകോട്ട് ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചത്. ദാഗേട്ടനും അവിടെ നിന്ന് ഇടുന്നുണ്ട് സെറ്റായിട്ട്. ഇപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവേ. അങ്ങനെ നമ്മളിത് ആ ബ്രോഡ്വേയിലേക്ക് വിട്ടു കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന കുറച്ച് പിന്നെ നല്ല മഴയായിരുന്നു. അതാണ് ഈ റോട്ടിലെല്ലാം ഇങ്ങനെ വെള്ളം അങ്ങനെ നിൽക്കലൊന്നുമില്ല, കാരണം നല്ല വെയിലുണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ വെള്ളം മുഴുവനും വറ്റി പോവാറുണ്ട്. അപ്പം മഴ എവിടെയെങ്കിലും എത്തുമ്പോൾ പെയ്യുമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്നേ കോട്ടിട്ട് അങ്ങ് ഇറങ്ങിയത് കേട്ടോ. മിക്കപ്പോഴും പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ആയിട്ട് ഉണ്ടാവും ആ ഒരു ഇതിലായിരുന്നു. അപ്പം നോക്കുമ്പോഴത്തേക്ക് കടവന്തര എത്തുമ്പോഴത്തേക്ക് നല്ല മഴയായി. എവിടെയെങ്കിലും കയറി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കയറി എന്നാൽ പിന്നെയും ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എവിടെയും കയറി ഓൾറെഡി കോട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയി. ഭാഗ്യത്തിന് വലിയ നനവൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുങ്ങനെ പാൻറ്റാറ്റ നനഞ്ഞിന്, പക്ഷെ വലിയൊരു നനവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫോൺ കുറച്ച് നനഞ്ഞുകൊണ്ടായിട്ട് ഇങ്ങനെ ബ്ലർനെസ് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലേ. അങ്ങനെ ഇതാ നമ്മൾ ബ്രോഡ്വേയിലെത്തി. ബ്രോഡ്വേയിൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കയറിയ പോലെ തന്നെയുണ്ട്. ഭാഗ്യത്തിന് തിരക്കൊന്നുമില്ല. മഴ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തതും. ആൾക്കാർക്ക് ഇങ്ങനെ നടന്ന് വാങ്ങാനൊന്നും ബുദ്ധിമുട്ടല്ലേ. വണ്ടിയുള്ളവരെല്ലാം ഇങ്ങനെയും വണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ പൊതുവേ കുറവാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്രോഡ്വേയിൽ ഞാൻ മിക്കപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് വരെ നോക്കുമ്പോൾ ജനക്കൂട്ടങ്ങൾ മാത്രമേ കാണാറുള്ളൂ. പക്ഷെ ഇന്ന് നല്ല കാം ക്വയറ്റ് ആയിട്ടുള്ള ലേശം ആൾക്കാരുണ്ടെങ്കിലും അതേപോലെ തന്നെ ലേശം ബ്ലോക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ അങ്ങ് വരെ വണ്ടി എടുത്തിട്ടെല്ലാം ഇങ്ങനെ പോകുന്നത് തീരെ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പം കുറച്ച് കടകൾ ആദ്യം അറിയാമായിരുന്നു ഇന്ന കടയിലേക്കാണ്, കുറച്ച് ബേക്കറീസ് അങ്ങനെയൊക്കെയാണ് വാങ്ങേണ്ടത്. അപ്പം ആദ്യം തന്നെ നമ്മളെപ്പോഴും വാങ്ങുന്നൊരു ബേക്കറി കടയുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിലോട്ട് പോയി ഇതിലോട്ട് എത്തും, അതിലോട്ട് പോയി ഇപ്പുറം എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. മാറിപ്പോവും. സ്ഥലം എത്തുമ്പോൾ തിരിയും, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറിപ്പോവാറുണ്ട്. അപ്പോൾ റോഡ് മാറിയിട്ട് തൊട്ടപ്പുറത്തെ റോഡിലേക്ക് നമുക്ക് കയറി വരേണ്ടി വരും. തിരിച്ച് ഇപ്പുറത്തേക്ക് വന്ന് ഇതാ നമ്മളെ ബേക്കറി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഈ സാധനത്തിന് മുഴുവനും. അപ്പോൾ കയറിയപ്പാട് അമ്മക്ക് നിച്ചുവിന് അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഗൂന്തി അമ്മക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒരു ഗൂന്തി എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു അണ്ടിപ്പരിപ്പൂവിൻ്റെ ഷേപ്പുള്ള കാഷ്യൂവിൻ്റെ ഷേപ്പുള്ള ബിസ്ക്കറ്റ് ഉണ്ട്. അത് നിച്ചുവിന് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇവിടെ എപ്പോൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇന്ന് കിട്ടിയിട്ടില്ല. കുറേ നമ്മൾ പരതി എവിടെയെങ്കിലും ഉണ്ടോയെന്ന്, പക്ഷേ ഇന്ന് കിട്ടിയിട്ടേ ഇല്ല. നോക്കിയിട്ട് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞ്. പിന്നെ അവർ തിന്നാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ബിസ്ക്കറ്റ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ തിന്നാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിന് നമ്മളെപ്പോഴും മസാല കടല വാങ്ങലുണ്ട്. അത് വാങ്ങാൻ പോയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്ത് ഉണ്ടാക്കുന്നെടുത്തത് 2 ചിപ്സ് ഇതുപോലത്തെ നീളത്തിലുള്ള പഴുത്ത പഴത്തിൻ്റെ ചിപ്സ് ഉണ്ടായിരുന്നു. അതെടുത്ത് അന്ന് അങ്ങനെ ഇവിടുന്ന് പോയി
കഴിഞ്ഞാൽ പലതും തിന്നാൻ കിട്ടും നമുക്ക് ഫ്രീ ആയിട്ട്. അവരോട് ചോദിച്ചാലെല്ലാം എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ പീസെല്ലാം തരും തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുപോലത്തെ ഈ ബർഫി പേട പീസൊന്നും തരുമല്ല, അല്ലാണ്ട് വേറെ ഇങ്ങനെ കറുമുറു കടല അതെല്ലാം തരുവേ. നിച്ചുവിന് ലേശ പേടയെല്ലാം വാങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുള്ളും വാങ്ങി. ഇത് കാലിക്കറ്റ് ഹൽവ ബേക്കറിയാണ് ബ്രോഡ്വേയിലുള്ളത്. നല്ല അടിപൊളി സാധനങ്ങളാണ് അവിടെ നിന്ന് കിട്ടുക. ഇനി നമ്മൾ നേരെ പോകുന്നത് നിച്ചുവിന് സാധനം വാങ്ങാനും പ്ലസ് വേറെ 2-3 സാധനം കൂടെ വാങ്ങാനായിട്ടാണ്. വീട്ടിലേക്ക് എപ്പോഴും പോകുമ്പോൾ കൂർക്ക വാങ്ങാറുണ്ട്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. അതുകൊണ്ട് ഇവിടെ നിന്ന് മിക്കപ്പോഴും വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. അവിടെ നിന്ന് നമുക്ക് നമ്മളെ പഞ്ചായത്തൊന്നും കിട്ടൂല. കണ്ണൂരിൽ പോയാലേ അതെല്ലാം കിട്ടുള്ളൂ. കണ്ണൂർ, പുതിയൊരു, തളിപ്പറമ്പ് ആടെയെല്ലാം പോയാൽ കിട്ടും. പക്ഷേ പഞ്ചായത്ത് ഉണ്ടാവലേ ഇല്ല. അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ ഇവിടെ പിന്നെ എറണാകുളത്ത് കൂർക്ക എല്ലാവരും ഉണ്ടാക്കുന്നതും ഉള്ളതുകൊണ്ട് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നമ്മളെ എറണാകുളം മാർക്കറ്റിൻ്റെ ഉള്ളിൽ, അതായത് പുതിയ മാർക്കറ്റ് വന്നിട്ടില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു കടയിൽ നിന്നാണ് എപ്പോഴും നമ്മൾ പച്ചക്കറി വാങ്ങില്ല. അവിടെ ഭയങ്കര വില കുറവാണ്. ഇപ്പോൾ കിലോ കൂർക്കൊക്കെ 40 രൂപ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഇപ്പുറത്തും ഓരോ കിലോ വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പണ്ടെല്ലാം പോകുമ്പോൾ ഒരുപാട് വാങ്ങുമായിരുന്നു സീസണിലാകുമ്പോൾ. ആ സമയം കുറേ കൊണ്ടുപോയാലും കുറച്ച് ദിവസം നിൽക്കും. പക്ഷേ ഇപ്പം 1 കിലോ വെച്ച് വാങ്ങിയത് മഴയല്ലേ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആടെ എത്തി വെക്കുമ്പോഴത്തേക്ക് മോശമാകുമോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കയ്യിലല്ലോ. അതുകൊണ്ടാണ് ഓരോ കിലോ വീതം വാങ്ങിയത്. അങ്ങനെ ഇനി നേരെ പോകുന്നത് നിച്ചുവിന് ഇത് വാങ്ങാനാണ്, ടെഡി ബിയർ. അന്നേ പറഞ്ഞ് ടെഡി ബിയർ വേണമെന്ന് നിച്ചു. ഒരു വലിയ പിങ്ക് കളറിൽ ഓൾറെഡി പറഞ്ഞു വെച്ചിനേട്ടാ. അപ്പം നമ്മൾ അവൾക്കൊരു സ്കൂട്ടർ പോലത്തെ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഒരു സാധനം ഗിഫ്റ്റ് കൊടുത്തിന്. ആ കടയിലേക്കാണ് പോകുന്നത്. അവിടെ ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കിയതാണേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇങ്ങനത്തെ സ്കൂട്ടർ, സൈക്കിള് അത് മാത്രമേ ഉള്ളൂ. ഫാൻസി എല്ലാം കൂടി ഉള്ളതാണ്. നമുക്ക് അതിൻ്റെ അപ്പുറത്തെ കടയിൽ നോക്കാം. ഇതല്ലേ നമ്മളെ കട? ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പം നമുക്ക് ആ ചെക്കന്മാരുള്ള കടയിൽ തന്നെ നോക്കാം അല്ലേ. മേഘ ജ്വല്ലേഴ്സ് ഹോൾസെയിലും റീറ്റെയിലും വേണം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മറ്റേ ഇതെല്ലാം എടുക്കാൻ പറ്റും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ഈ കടയിൽ കയറി നോക്കാം കേട്ടോ. ഇവിടെ ഒരു കട കാണുന്നുണ്ട്. അറിയില്ല, നോക്കാം. ടെഡി ബിയറെല്ലാം പുറത്ത് ഹോൾസെയിൽ തന്നെയാ തോന്നുന്നു, അറിയില്ല, നോക്കാം. ഒന്ന് കാണിച്ചു തരുമോ? പിങ്ക് കളർ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. അത് 650 ക്വാളിറ്റി കൂടിയോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വേറൊരു കടയിൽ പോക്കായി കേട്ടാ. ഒരു സൂപ്പർ ടോയ്സ് എന്ന് പറഞ്ഞൊരു കട. ഇവിടെ എവിടെയായിട്ടാണ് തോന്നുന്നത്. പണ്ട് വന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പോയ കടയിൽ കിട്ടിയിട്ടില്ല, പിങ്ക് കളർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ടുള്ള ഏതെങ്കിലും കടയിൽ ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഇങ്ങോട്ട് നേരെ നടന്നപ്പോഴത്തേക്ക് ഇതാ സൂപ്പർ ടോയ്സ്. ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. അതായത് നിച്ചുവിന് തന്നെ പണ്ട് ഇതുപോലെ ടോയ്സ് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ മുകളിലെ കട കേട്ടോ, മുകളിലെ കടയുടെ താഴത്തെ കടയല്ല. അങ്ങനെ നമ്മളിതാ സൂപ്പർ ടോയ്സിലെത്തി കേട്ടോ. ബ്രോഡ്വേ തന്നെയാണ് സൂപ്പർ ടോയ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞുതരും ഇവിടെ വരുന്നുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ ഹോൾസെയിൽ റേറ്റിലാട്ടോ ഈ സാധനങ്ങളൊക്കെ കിട്ടും. താഴത്തെ ഗ്രൗണ്ടിൽ ഫുൾ നമ്മളെ കാറും സൈക്കിളും അങ്ങനത്തെ സാധനങ്ങളായിരുന്നു പിള്ളേർക്ക് വേണ്ടി മാത്രമേ ഉള്ളത്. പിന്നെ ഇത് നമുക്ക് ടെഡി ബേഴ്സൊക്കെ ഡോളൊക്കെ വരുന്നത് 2ാമത്തെ ഇതിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോറിൽ. ഇവിടെ മുന്നേ നമ്മൾ നിച്ചുവിന് എടുക്കാൻ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് സാധനം എടുത്തതെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ ആ ഫ്ലോർ നിറച്ചും ഡോൾസേനും. എന്ത് രസമായിരുന്നു അവർ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ടെഡി ബേഴ്സ് പല സൈസുകളുണ്ട്. അതായത് ചെറിയ സൈസുള്ളതില്ല, അല്ലാണ്ട് ഒരു മീഡിയം സൈസ് മുതൽ വലിയ വലിയ സൈസ് വരെയുള്ള ടെഡി ബിയേഴ്സ് ഉണ്ട്. 300 രൂപേൻ്റെ മുകളിലാണ് സ്റ്റാർട്ടിങ്, 300, 400. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു 600 ആ ഒരു റേഞ്ചാണ്. ഹോൾസെയിൽ റേറ്റാണ്. നല്ല ഫേം, നല്ല
സോഫ്റ്റ് ആയിട്ടുള്ള ഡോൾസ് ആട്ടോ എല്ലാം ഉള്ളത്. അല്ലാണ്ട് കുട്ടികൾക്ക് അലർജി ഉണ്ടാവുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയായിരുന്നു. അപ്പം വാവക്കും കൂടെ എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചേന്. അപ്പോൾ അത് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ ഇല്ല, എല്ലാം വലിയ വലിയ സാധനങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പിങ്ക് കളർ, ഒരു ലൈറ്റ് പിങ്ക് കളർ, നല്ല സോഫ്റ്റായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അതൊക്കെ എടുത്ത് ഫുൾ സെറ്റായി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുക കേട്ടോ. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഫുഡ് കഴിക്കണം. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഇനി കോട്ട് ഇടുന്നില്ലേ, ഇനി നമ്മൾ വീട്ടിലേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് കോട്ടൊന്നും ഇടാണ്ട് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഓൾറെഡി കവറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇട്ടിട്ട് നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. പോകുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ ഫുൾ ലൈറ്റ്സിൻ്റെ കുറേ കടകളുണ്ട്. രാത്രിയായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനും വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലെല്ലാം എപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നേ, പക്ഷെ ഇന്ന് മഴയെല്ലാം ആയതുകൊണ്ട് തീരെ ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റീനെ, നല്ല വൃത്തിക്ക് തന്നെ, ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനി നേരെ പോകുന്നത് അരിപ്പയിലേക്കാണ്. കുറേ നാളെ അരിപ്പയിലെല്ലാം പോയിട്ട് ഈ ബ്രാഞ്ചിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. പാലാരിവട്ടം പോയിട്ടുണ്ട്, അങ്ങനെ 2-3 ബ്രാഞ്ചിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. അമ്മയൊക്കെ വന്നപ്പോൾ നമ്മൾ അരിപ്പയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നല്ല അടിപൊളി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഇൻറ്റീരിയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അരിപ്പയിൽ നല്ല രസമാണ്, ഫുൾ ഒറിജിനൽ ചെടികളെല്ലാം ആയിട്ട് നല്ല ഭംഗിയാണ്. ഇന്ന് പോയപ്പോഴത്തേക്ക് ആരും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. മുകളിൽ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും അറിയില്ല, പക്ഷെ താഴെ ഭയങ്കര സൈലൻ്റായിട്ട് കാം ക്വയറ്റായിരുന്നു കേട്ടോ. എനിക്ക് അവരെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കവിടെ പോയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക, ഫുഡ് തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം അവിടുത്തെ ആംബിയൻസും അടിപൊളിയായിട്ടാട്ടോ അവർ വെച്ചിരിക്കുന്നത്. അങ്ങനെ നല്ലോണം വിശന്നുകൊണ്ട് അത്യാവശ്യം പടങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ബിരിയാണി കഴിക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെള്ളയപ്പം കഴിക്കാമെന്ന്. കുറേ നാളായി വെള്ളയപ്പം കഴിച്ചിട്ട്. അപ്പോഴേക്ക് പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്തു കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ നല്ലോണം പെയ്ത്. ഇത്ര ആൾക്കാരേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾ നോക്കുക, അടിപൊളിയായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുപോലത്തെ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളെന്തെങ്കിലും ഫുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പം കുക്ക് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് കുറച്ച് സമയം നന്നായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചൂട് പ്ലേറ്റ് ഏടുന്ന നമ്മൾ കണ്ണൂരിൽ നിന്ന് ഏതോ ഒരു ഏടുന്ന ചൂട് പ്ലേറ്റ് കിട്ടലുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ പ്ലേറ്റ്. അങ്ങനെ ചൂടുള്ള പ്ലേറ്റിൽ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമാണ്. എനിക്ക് നല്ലോണം ഇഷ്ടം. വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഇതാ നമ്മളെ ഫുഡൊക്കെ വന്ന കേട്ടോ. ഞാൻ വെള്ളയപ്പം പറഞ്ഞത്, കുറേ നാളായി വെള്ളയപ്പം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വെള്ളയപ്പം കഴിക്കാൻ പെട്ടെന്ന് ഭയങ്കര പൂതിയായി. ഞാൻ വെള്ളയപ്പം പറഞ്ഞു. അഗേട്ടന് പൊറോട്ട, അഗേട്ടന് പിന്നെ പൊറോട്ട ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അഗേട്ടൻ മിക്കപ്പോഴും പൊറോട്ട തന്നെയാണ് പറയാറ്. അപ്പം ഒരു 3 വെള്ളയപ്പവും പൊറോട്ടയും പിന്നെ നമ്മൾ പെപ്പർ ചിക്കനേനു പറഞ്ഞത്. അവിടെ എന്തൊക്കെയോ സ്പെഷ്യലുണ്ട്. നമ്മൾ കുറച്ച് പെപ്പർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കനേനു. പിന്നെ വെള്ളയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൂ പോലത്തെ വെള്ളയപ്പമായിരുന്നു. വയറ് ഫുള്ളാന്ന് കണ്ടപ്പോൾ നേരിയതുപോലെ തോന്നിയത്, പക്ഷെ 3 കഴിച്ചപ്പോഴത്തേക്കിന് നല്ലോണം വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇന്ന് രാത്രി. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചിക്കൻ കറി. നമുക്ക് 2 ആൾക്ക് കഴിക്കേണ്ട അതിൻ്റെ മുകളിലെ പോർഷൻ എന്തായിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ബ്ലോക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഇന്നത്തെ ഈ രാത്രിയുള്ള ഈ ഒരു ഷോപ്പിംഗ് അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു, പെട്ടെന്ന് പോയി എല്ലാം വാങ്ങി, ബ്ലോക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിലെത്തി. നമ്മള് വീട്ടിലെത്തി കേട്ടാ. ഭാഗ്യത്തിന് പോകുമ്പോൾ മാത്രം ലേശം മഴ കിട്ടീന്, തിരിച്ചു വരുമ്പോൾ മഴയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റി, സുഖമായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് തീരുമാനിച്ചത്, അതായത് ടിക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ല, മറ്റന്നാളെ പോകാമെന്ന് വിചാരിച്ചത്. പെട്ടെന്നാണ് തീരുമാനിച്ചത് തത്കാലം എടുത്തിട്ട് നാളെ രാത്രി തന്നെ കയറാന്ന്. അപ്പം എല്ലാം അടിപൊളിയായിപ്പോയി, എല്ലാം കിട്ടി. ഇനി നമ്മൾ നോക്കിയത് മുഴുവൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട മുഴുവൻ എല്ലാ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നാളെ ഇന്നും കൂടെ ഉറങ്ങിയിട്ട് നാളെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് കയറാം. അപ്പം എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നാളെ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് മീറ്റ്സ് ടിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.